നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ടോപ്പിക് മോഡൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മോഡൽസ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം ഇത് നമുക്ക് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്നത് മാത്രമല്ല, ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനും നമ്മൾ ഡയലോഗ് എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം തന്നെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് മോഡൽസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക്. ഇതിന് നമ്മൾ മോഡൽ ഓക്സിലറീസ് എന്നും പറയാറുണ്ട്. കാരണം മെയിൻ വെർബിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ മെയിൻ വെർബായിട്ടോ തന്നെ നമുക്ക് ഈ വാക്കുകളെ ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു നമ്മൾ പല രീതിയിലായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ മോഡൽസ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി ഉണ്ട്, പെർമിഷൻ ഉണ്ട്, നെസസിറ്റി ഉണ്ട്, ഒബ്ലിഗേഷൻ ഉണ്ട്. അപ്പം നമ്മൾ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യത, എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പോസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു കാര്യം നമ്മൾ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മോഡൽസ് എന്ന് പറയുന്ന വാക്കുകളാണ്. അപ്പം ഞാനിപ്പോൾ കുറച്ച് ഇതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഏതൊക്കെയാണ് മോഡൽസിൽ വരുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. ക്യാൻ, കുഡ്. ഇപ്പം ക്യാൻ എന്ന് പറയുമ്പോൾ ഐ ക്യാൻ സ്വിം, എനിക്ക് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എനിക്ക് അത് സാധിക്കും, ഒരു കാര്യം സാധിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് വാക്കാ? ക്യാൻ. ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ് എന്ന് പറയുന്നത്. ഐ കുഡ് സ്വിം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു പോയ കാര്യമാണ്, ഇപ്പോൾ നടക്കത്തില്ല, നേരത്തെ അങ്ങനെയുള്ള കാര്യം വരുമ്പോഴാണ് നമ്മൾ ഐ കുഡ് എന്ന് പറയുന്നത്, അല്ലേ? ഇനി അടുത്ത എന്താണ്? വിൽ, വുഡ്. അപ്പം ഐ വിൽ കം. ഐ വിൽ കം എന്ന് പറഞ്ഞാൽ ഞാൻ വരാം, ഫ്യൂച്ചറാ. അത് നമ്മൾ ഫ്യൂച്ചർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടി കാണും ഏതൊക്കെയാണോ മോഡൽസിനകത്ത് വരുന്നത്. അപ്പം ഇനി നമ്മൾ പറഞ്ഞില്ലേ പെർമിഷൻ കാണിക്കാനായിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, ഞാൻ അകത്ത് വന്നോട്ടെ, എങ്ങനെ ചോദിക്കും? ക്യാൻ ഐ കം ഇൻ? നമുക്ക് വളരെ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മളുടെ സെയിം ഏജിലൊക്കെ ഉള്ള ആൾക്കാരോടാണെങ്കിൽ നമുക്ക് ക്യാൻ ഐ കം ഇൻ എന്ന് ചോദിക്കും. ഇനി നമ്മളെക്കാട്ടിലും അല്ലെങ്കിൽ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളോടാണെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? മേ ഐ കം ഇൻ, മേ ഐ ഹെൽപ്പ് യു. ഈ മേ ഐ ഹെൽപ്പ് യു എന്ന് പറയുന്നത് നമ്മൾ മിക്ക ഓഫീസുകളിലും, പ്രത്യേകിച്ച് ബാങ്കുകളിലും അങ്ങനെയുള്ള ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ ആദ്യത്തെ ഡെസ്കിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും മേ ഐ ഹെൽപ്പ് യു, കസ്റ്റമേഴ്സിനോട് ചോദിക്കുന്ന രീതിയിൽ. അപ്പോൾ അതെല്ലാം തന്നെ ആ മേ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മോഡൽ വെർബാണ്, അതായത് മോഡൽ ഓക്സിലറിയാണ്. അത് നമ്മളോട് പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നെസസിറ്റി ആണ്, ചെയ്തേ പറ്റത്തുള്ളൂ. അത് അതിൻ്റെ അത് യാതൊരു കോംപ്രമൈസും ഇല്ല, നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. യു ഹാവ് ടു കംപ്ലീറ്റ് ദിസ്. ഈ യു ഹാവ് ടു കംപ്ലീറ്റ് എന്ന് പറയുന്നത് ഇതൊരു നെസസിറ്റി ആണ്, അതിൻ്റെ കൂടെ തന്നെ ഒബ്ലിഗേഷനും കൂടിയാണ്. യു മസ്റ്റ് കം ഏർലി, യു മസ്റ്റ് റെസ്പെക്ട് യുവർ എൽഡേഴ്സ് എന്നൊക്കെ പറയുന്നത് നെസസിറ്റി പ്ലസ് ഒബ്ലിഗേഷൻ ആണ്. രണ്ട് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ, അത് നെസസിറ്റി. പ്ലസ് ഒബ്ലിഗേഷൻ കൂടെ വരണമെന്നുണ്ടെങ്കിൽ അത് ചില റൂൾസ് കാരണം അല്ലെങ്കിൽ ബൈ ലോ ഓഫ് സംതിങ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഒബ്ലിഗേഷൻ എന്ന് പറയുന്ന വാക്കും കൂടി യൂസ് ചെയ്യുന്നത്. അപ്പം മസ്റ്റാണ് നമ്മൾ ഒരാളെ നമ്മുടെ എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പേരൻസിനെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്നതെല്ലാം തന്നെ ഒബ്ലിഗേഷൻ കാറ്റഗറി വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി അത് വെറും നെസസിറ്റി ആണ് അല്ലെങ്കിൽ അത്രയ്ക്ക് നമ്മൾ ഒബ്ലിഗേഷൻ അല്ലാത്തത് വരുമ്പോൾ നമുക്ക് ഹാവ് ടു യൂസ് ചെയ്യാം. പക്ഷെ രണ്ടും നമ്മൾ നെസസിറ്റിയും ഒബ്ലിഗേഷനും കൂടെ കുറച്ച് കൂടിയ സാധനമാണ്. അപ്പം ഇത് രണ്ടും നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. എവിടെ ഹാവ് ടു യൂസ് ചെയ്യണം, എവിടെ മസ്റ്റ് യൂസ് ചെയ്യണം. അപ്പം മസ്റ്റ് യൂസ് ചെയ്യേണ്ടത് നമ്മൾക്ക് ബൈ ലോ അല്ലെങ്കിൽ ബൈ നേച്ചറായിട്ട് നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് വരുമ്പോഴാണ് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഹാവ് ടുവും മസ്റ്റും കൂടെ കൂട്ടി നോക്കിയാൽ അല്ലെങ്കിൽ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മസ്റ്റിനാണ് കൂടുതൽ ഒബ്ലിഗേഷൻ ഉള്ളത്. കൂടുതൽ
ഒബ്ലിഗേഷൻ വരുന്ന ഇപ്പം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ നോക്കിക്കോണം ഇതിൻ്റെ അകത്ത് ഏതാണ് കൂടുതൽ ഒബ്ലിഗേഷൻ, നമ്മളത് ചെയ്ത് ഇത് നമുക്ക് ഒട്ടും പറ്റത്തില്ല, മാറ്റി വെക്കാൻ പറ്റൂല എന്ന് വരുന്ന സാധനങ്ങൾ വരുന്ന മസ്റ്റാണ്. ഇപ്പോൾ ഹാവ് ടുവിന് ഒരു ഡിഗ്രി താഴെയുള്ളത്, പക്ഷെ രണ്ടും അതേ വരുന്നത്. അപ്പോൾ ഇത് നമ്മളുണ്ടല്ലോ ഈ മോഡൽസ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ വളരെ കണ്ടാൽ അല്ലെങ്കിൽ മീനിങ് ഏതിട്ടാലും ചിലപ്പോൾ ശരിയാവുന്ന രീതിയിൽ വരും. പക്ഷേങ്കിൽ അതിനകത്ത് ആ ഒരു എവിടാണ് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പം ഈ നെസസിറ്റിക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഉറപ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നെസസിറ്റി അല്ലാത്ത കാര്യങ്ങൾ, ഇപ്പം നമ്മൾ നെസസിറ്റിയുടെ കാര്യം പറഞ്ഞു, നെസസിറ്റി അല്ലാത്ത കാര്യങ്ങൾ പറയത്തില്ലേ, അപ്പം അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ, അപ്പം അതെങ്ങനെ വരും? ഹി മൈറ്റ് കം, അവൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം അവിടെ മൈറ്റ് ആണ്. അപ്പം ഓട്ടുവിൻ്റെ അല്ലെങ്കിൽ ചെയ്തേ പറ്റൂ എന്ന് പറയുന്നതിൻ്റെ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റുന്നതാണ് മൈറ്റ്. ought to, he ought to be early for the train, അവൻ ട്രെയിനിന് വേണ്ടി നേരത്തെ ആയേ പറ്റത്തുള്ളൂ. പക്ഷേ he might be late today, അവൻ ലേറ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മൈറ്റ് ബി എന്ന് പറയുന്ന വാക്കാണ് ലേറ്റ് ആകാൻ സാധ്യതയുണ്ടെന്നവിടെ കാണിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മോഡൽസ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് മോഡൽസ് വെച്ച് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത് വെച്ചാൽ ഈ മോഡൽ ഇപ്പം ക്യാൻ ആകാം, കുഡ് ആകാം, ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലിടുക. ഇപ്പം ഹീ മേ കം, അത് നമ്മൾ തിരിച്ചിട്ടു. അപ്പോൾ അതായത് ഹീ മേ നമ്മൾ രണ്ടാമതായി ഇവിടെ പ്ലേസ് ചെയ്ത്. പക്ഷേ ഈ മെയിനെ എടുത്ത് ഫസ്റ്റിലിട്ട് നോക്കി, മേ ഐ കം. അപ്പം he can complete this work, he can complete this work, അതൊരു ആൻസർ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ക്യാൻ എടുത്ത് ഫ്രണ്ടിൽ പ്ലേസ് ചെയ്ത് നോക്കി, ക്യാൻ ഹി കംപ്ലീറ്റ് ദാറ്റ് വർക്ക്. അപ്പം ആ മോഡൽസിനെ എടുത്ത് ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ, ആദ്യത്തെ വാക്കായിട്ട് മോഡലിനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഫ്രെയിം ചെയ്യാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഡയലോഗ് റൈറ്റിംഗ് ഇല്ലേ, ഡയലോഗ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ടോപ്പിക് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണും. എന്നാൽ പോലും ആ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് നമുക്ക് വളരെയധികം എളുപ്പമുള്ള ഒരു മാർഗമാണ് ഈ മോഡൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ മോഡൽസ് യൂസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ കാണാം. ഈ ഒരു മോഡൽസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് എക്സസൈസ് കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ തന്നേക്കാം. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു കഴിയുമ്പോഴത്തേനും ഏകദേശം ഒരു ഐഡിയ കിട്ടും. കുറേ കൂടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യാം. Never break, always fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain, live the grind, I could change, in my mind, pick a lane, commit and climb, the only way to win it life, I never miss, that's fact, taking big swings, bitch, hand me the bat, put me in the ring, you'll go out in a bag, cause I sing what I mean and I bring it to the mad light. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ആയിട്ട് ഇടുക. പുതിയ എപ്പിസോഡായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ.